ആലോചന? സുഖമില്ലാതിരിക്കണല്ലേ ഒരു കഥ എഴുതിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. സത്യം പറഞ്ഞാലേ നിങ്ങൾ അന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു കഥയില്ലാത്ത മനുഷ്യനാണ്. നിങ്ങൾക്ക് കഥയൊക്കെ ഉണ്ടല്ലേ? ഏത് മനുഷ്യനും ഒരു കഥയല്ല, 2 കഥയുണ്ട്. ഒന്നവൻ ജീവിച്ച കഥ, ഒന്നവൻ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ. 2 കഥയില്ലാത്ത ഒരുത്തനും ഈ ലോകത്തില്ല. അതാണ് മറ്റൊരു കഥ. എന്നാ എഴുത്. നിങ്ങൾ ഈ 2-ൽ ഏതെങ്കിലും ഒരു കഥ എഴുതി അങ്ങോട്ട് മരിക്കാനാ? അല്ല, ജീവിക്ക്. പുതിയ കഥയുടെ തുടക്കം എന്ന് പറയണത് ഒരു കറുത്ത അമാവാസി ദിവസം തെങ്ങോലയുടെ മുകളിലിരുന്ന് ചന്ദ്രൻ പുഞ്ചിരിക്കുന്നു. അമാവാസി ദിവസം ചന്ദ്രനാ? നീ ഉദ്ദേശിച്ച മറ്റേ മുകളിൽ ഉദിച്ച ചന്ദ്രനല്ല. തേങ്ങ മോഷ്ടിക്കാൻ തെങ്ങേ കയറിയ ചന്ദ്രൻ അതിന്റെ മുകളിലിരുന്ന് പുഞ്ചിരിക്കുന്നു. അവിടെയാണ് തുടക്കം. എങ്ങനെ ഉണ്ടാവും? കൊള്ളാം, നന്നായിരിക്കുന്നു. നിങ്ങളുടെ കഥ വായിച്ചിട്ട് ഈ മുറ്റത്ത് വന്നിരുന്ന ആൾക്കാർ തള്ളയ്ക്കും മുത്തിക്കും ഒന്നും വിളിക്കരുത്. അതുകൊണ്ടേ നിങ്ങൾ സ്വന്തമായിട്ട് കഥ എഴുതി സ്വന്തമായിട്ട് വായിക്കും, അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കിതൊന്നും വായിക്കാൻ നേരെയില്ല. കഥയില്ലാത്തവൾ. അതെ അതെ, ഇതൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതുന്നത്. അപ്പം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇന്ന് തന്നെ പുസ്തക പ്രകാശനം ചെയ്യണം. അത് ഏത് വേണം എന്ത് വേണത്? നിങ്ങളുടെ വിജ്ഞാനദായിനി ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനമാണ് വരുന്നത്. ഇപ്പോഴും ഉണ്ട്? അതെ അതെ ഉണ്ട്. കുറച്ചുനാളുടെ ഡിമായിരുന്നു, ഇപ്പൊ ഉണ്ട്. വിളിച്ചു ഞാൻ. അപ്പൊ തിരക്കിലായിരുന്നു, ഞാനൊരു പുസ്തകം വായിക്കണതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ എന്നാണത്? ഈ വരുന്ന ബുധനാഴ്ച 10-ാം തീയതി രാവിലെ 10 മണിക്കാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യണം. പ്രധാന എഴുത്തുകാരൻ ഇതിൽ സാറാണല്ലോ അതിന്റെ ഒരു ഏറ്റവും വലിയ അങ്ങനെയൊന്നുമില്ല. പുസ്തകം വായിച്ചാൽ വളരും, പുസ്തകം വായിച്ചില്ലെങ്കിൽ വളയും. അപ്പൊ അത് പുസ്തകം എന്ന് പറയുന്നത് എന്റെ കൂടപ്പുറപ്പാണ്. ഞാൻ തലയണൊക്കെ വെച്ച് കഴിയുന്നത് ഈ പുസ്തകങ്ങളാണ്. അല്ലെ തലയണ ഞാൻ വെക്കാറില്ല. എട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണതും പുസ്തകങ്ങളാണ്, വൈഫല്ല. അപ്പൊ അതുകൊണ്ട് പുസ്തകം എൻ്റെ ഒരു ഹരമാണ്. പുസ്തകം ഇല്ലെങ്കിൽ സത്യത്തിൽ ഞാൻ ചത്തുപോയത്. അപ്പൊ പുസ്തകം അവിടെ എത്ര എണ്ണം ഉണ്ട്? അവിടെ 300 പുസ്തകങ്ങളുണ്ട്. 300 പോരാ. ഒരു ഗ്രന്ഥശാല എന്ന് പറയുമ്പോൾ 10,500 പുസ്തകം വേണം. എന്റെ വീടിനകത്ത് എത്രയോ പുസ്തകം? 10,000-3000 പുസ്തകമുണ്ട്. സാറിന്റെ കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങള് തീർച്ചയായിട്ടും അതൊക്കെ ആലോചിക്കാവുന്ന വിഷയങ്ങളാണ്. സാർ എഴുതിയ പുസ്തകങ്ങളും കൂടുതലുണ്ടാവും. ആയിക്കോട്ടെ, അവിടെ ഒരു CCTV ക്യാമറ വെക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇവന്മാർ പുസ്തകം വായിച്ചിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ എടുത്തുകൊണ്ട് പോകും. പുസ്തകം ഒരിക്കലും നമ്മൾ വായിക്കാൻ കൊടുക്കരുത്. വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ കശ്മലന്മാർ തരില്ല. എമ്മാടികളാണ്, ഉഴപ്പന്മാരാ, അലമ്പന്മാരാ. അപ്പൊ അതുകൊണ്ട് പുസ്തകം എടുത്തുകൊണ്ട് പോകാനുള്ള സമയം കിട്ടും. അവിടെ ഇരുന്ന് വായിച്ചിട്ട് പോയിക്കോട്ടെ. എന്നാണ് അപ്പൊ അത്? ഈ വരുന്ന 10-ാം തീയതി രാവിലെ. 10-ാം തീയതി ഒഴിവുള്ളൂ. വേണ്ട, വണ്ടി വേണ്ട. ഞാൻ എന്റെ വണ്ടിക്ക് വാടക കൊടുത്തു വായി കേട്ടാ. ഞങ്ങൾ നോട്ടീസ് വെച്ചു. ശരി, ജീവിച്ചിരിപ്പണ്ണി വരും സാർ. ഇല്ല, ആ വീട് എന്തോ കലിപ്പൊപ്പിച്ചിട്ടുണ്ട്. നീ കഴിഞ്ഞ ദിവസം പിന്നെ എന്താണ് ആ വീട് നാട്ടുകാരെല്ലാം കൂടി വീടിന്റെ വാക്കിട്ട് തല്ലാൻ പിടിച്ചു? സത്യം പറഞ്ഞോളണം, സത്യം പറഞ്ഞോളണം. എടാ, ഞാനൊരു നിസ്സാര കാര്യം പറഞ്ഞാലാണ് അവരെല്ലാം തല്ലാൻ പിടിച്ചത്. എന്താ നിസ്സാര കാര്യം പറ? അവിടെ ആ ചേച്ചി അവിടെ നടക്കണായിരുന്നു. ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞ് വയറിന്ന് സാരി മാറ്റിയിടാൻ പറഞ്ഞു. ഇതല്ലേ പ്രശ്നം? എടാ, ഒരു ചേച്ചിയുടെ വയറിൽ നിന്നൊക്കെ സാരി മാറ്റിയിടാൻ പറഞ്ഞാൽ നിന്നെയൊക്കെ കൊല്ലണ്ടാ. നീ എന്താ ഉദ്ദേശിക്കണത്? നീ എന്താ ഉദ്ദേശിച്ചത്? നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറ. അവരെ സർവീസ് വയറില്ലേ, ഇലക്ട്രിക്കിന്റെ, അതിന്റെ സർവീസ് വയറിനകത്ത് വയറ് തുണി അലക്കിയിട്ട് അതിനകത്തേക്ക് എടുത്തിരുന്നു. അപ്പൊ ഞാൻ അതാ പറഞ്ഞു, അതിൽ നിന്ന് മാറ്റി ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞു. അവരെല്ലാരും കൂടി എന്നെ പിടിച്ചു. അത് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണല്ലോടാ. എന്താ വല്ല കലിപ്പ് ഒപ്പിച്ചു? ഇല്ല, അവിടെ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ ഒന്ന് കണ്ടാ മതി. എന്താണ്? ഞാന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്, വോട്ട് ചെയ്യണം. സത്യമാണോ? ഞാൻ കേട്ടായിരുന്നു. ഞാനോർത്ത് വല്ല നോളായിരിക്കും ഓർത്തത്. അല്ല, അപ്പൊ നമ്മളിനിപ്പം എങ്ങോട്ട് പോണിപ്പോ? ഞാൻ നമ്മുടെ മാഷില്ലടാ, മറ്റേ കഥയും കവിതയൊക്കെ ആ മാഷിന്റെ വീട്ടിൽ ചെന്ന് മാഷിനെ കാണണം. അനുഗ്രഹം മേടിക്കാനല്ല, നമ്മൾ ഈ സാധാരണ ഈ വിപ്ലവഗാനം അതും ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കണത്. കുറച്ച് വ്യത്യസ്തത വേണം. ഒരു നല്ല കാര്യമുണ്ട്. ഈ പാരഡി പാട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഒരു സുഖമല്ല. ഇപ്പൊ കുറച്ച് കവിത ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോ നല്ല കവിത എഴുതും. ഉഗ്രം കവിതയാണ് അങ്ങേരുടെ. ഉഗ്രം കവിത വേണമെങ്കിൽ ഞാൻ പാടിത്തരാട്ടാ. 12 വോട്ടുകൾ ചെയ്തൊരം വിട്ടുകളാ.
വേണ്ട, അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ട് ഇരിച്ചോളാം കേട്ടോ. അപ്പൊ നീ നമുക്ക് വോട്ട് ചെയ്യണം മറക്കരുത്. ഞാൻ അങ്ങനെ ഒന്ന് പോയി അല്ല കണ്ടില്ല. ഞാനും കൂടെ വരട്ടെ. ഞാൻ കുറെ നാളായി പുള്ളിനെ ഒന്ന് പരിചയപ്പെടണത്. എനിക്ക് ഒറ്റക്ക് പോകാനായിട്ട് ഒരു മടി. ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാം കേൾക്കും. ഞാൻ ഒരുപാട് പുസ്തകങ്ങള് പുള്ളിയുടെ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ കവിതകളും. എല്ലാവർക്കും ഇഷ്ടമാണ്. പുള്ളി എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കവിത എഴുതുമെന്ന് പറയുമ്പോ തന്നെ ഒരു 10 വോട്ടിങ് വന്നേ. ഓക്കെയാണ്. അതുകൊണ്ടാ ഞാൻ എന്റെ വീട്ടുകാരുടെ വോട്ടും. പക്ഷേ നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെ, ഞാന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനില് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ മാഷിനെ വന്ന കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയട്ടെ. അപ്പൊ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. എല്ലാവരും നിർബന്ധം കാരണമാണ് കേട്ടോ. സാധാരണ നമ്മള് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അപ്പൊ അത് കവിതകള് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ പാരഡിപ്പാട്ട്, വിപ്ലവഗാനം അതൊന്നും വേണ്ട. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പാരഡി മാറ്റിയിട്ട് മാഷിന്റെ ഒരു കവിത. അപ്പൊ മാഷിനെ കൊണ്ടൊരു നല്ല കവിത എഴുതിച്ചിട്ട് എനിക്ക് ആ പ്രചരണത്തില് വിജയിപ്പിക്കാൻ വേണ്ടി മാഷ് മാക്സിമം ഒന്ന് സഹകരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ മാഷിന്റെ വോട്ട്. ഞാനങ്ങനെ ആരും വെറുപ്പിക്കാറില്ല. ഞാനിപ്പോ വന്ന് പറയുന്ന എല്ലാവരും സ്ഥാനാർത്ഥികളോട് വരാറുണ്ട്, എല്ലാവർക്കും വോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ വോട്ട് തള്ളിപ്പോവുകയും ചെയ്യും. എല്ലാവർക്കും വോട്ട് ചെയ്യും. എല്ലാവരും ചെയ്യും. അപ്പൊ സാധുവാകൂലേ? അതെ, നമുക്ക് പറയുന്നവരോട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓ, ചിലപ്പോ നമ്മള് ചെയ്യാത്തവർക്കാണ് വോട്ട് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവനോട് സംസാരിക്കാനും പറ്റും. അതെ. എന്നാലും എനിക്ക് വേണ്ടിട്ടൊരു ഇവിടെ ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക. ഞാൻ കൊടുക്കും. വാഗ്ദാനങ്ങൾ കൊടുത്താൽ മാത്രമേ ഈ ജനങ്ങൾ വീഴുള്ളൂ. പിന്നെ നമ്മള് ഭവന വായ്പ എഴുതിയിട്ടുള്ളൂ. ഭവന വായ്പ എടുത്തവരുടെ, അടിക്കാൻ പറ്റാത്തവരുടെ ഭവന വായ്പ എഴുതിയിട്ടുള്ളൂ. വിദ്യാഭ്യാസ വായ്പ എഴുതിയിട്ടുള്ളൂ. വിദ്യാഭ്യാസം എടുത്തവരുടെ വായ്പ, വാഹനം എടുത്തവരുടെ വാഹന വായ്പ എഴുതിയിട്ടുള്ളൂ. കാർഷിക വായ്പ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാം എഴുതിയിട്ടുള്ളൂ എന്നുള്ളൊരു ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് ഇപ്പൊ ഞാൻ ഇറക്കാൻ തീരുമാനിച്ചത്. അല്ല, എല്ലാം എഴുതി തള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ തള്ളു കേട്ട് ജനം നിങ്ങളെ എഴുതി തള്ളിയ പണിപാളി പോയില്ലേ? തള്ളു കുറക്കണം. അല്ല, തള്ളാണ് ഇപ്പോഴും ജീവിക്കാൻ പറ്റാത്തത്. അല്ല, നമുക്ക് അങ്ങനെ ചെയ്താലല്ലേ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല പുസ്തകം ഇറക്കുക. പുസ്തകം ഇറക്കിയിട്ട് അത് വീട് വിടാന്തരം കൊണ്ടു നടക്കുക. ഈ ഇരിക്കണ കക്ഷി മാഷിന്റെ വലിയൊരു ആരാധകനാണ്. ആണോ? ഞാൻ 10,500-ലധികം പുസ്തകങ്ങള് പലയിടത്തും പ്രകാശനം ചെയ്ത ഒരാളാണ്. 10,000-3,000-ലധികം പുസ്തകങ്ങൾ അകത്ത് വീട്ടിലിരിപ്പുണ്ട്. ഇന്ന് 100-150 പുസ്തകങ്ങളോളം ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം വായനയോടുള്ള ഇഷ്ടം കൊണ്ട്. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ല എന്ന് പറയണത്. വായിക്കും തോറും പലരും വായിച്ചില്ലെങ്കിൽ നമ്മൾ വളയും. വായനയിലൂടെ നമുക്ക് വരുന്നത് അറിവാണ്. അറിവുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് തലകുനിക്കണ്ട, അല്ലെങ്കിൽ നട്ടല് വളയും പെടല് വളയും. അപ്പൊ ഇത് വായന എന്ന് പറയുന്നത് സാധനമാണ്. ഇതില്ലാത്തതാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ ഈ ഇതുപോലുള്ള ആളുകൾക്ക്. ആദ്യം വായനാശീലം, പിന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം. മാഷിന്റെ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഇത്ര ഒരുപാട് പുസ്തക ശേഖരങ്ങൾ. അതിപ്പോ ഞാൻ ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ ഫലകവും ഈ പ്രശംസയും പാതിപുത്രവും മറ്റേ പൊന്നാടയൊക്കെ വേണ്ടാന്ന് ഞാൻ പറയും. എനിക്ക് 4 പുസ്തകം കിട്ടിയാൽ മതി. അത് നമുക്കും വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടും. ചേട്ടൻ വലിയൊരു എഴുത്തുകാരനായിരുന്നു. അത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും പറഞ്ഞൊരു പുസ്തകം പുള്ളി എഴുതി. അത് കൂടുതൽ വിറ്റ് പോകാത്തതുകൊണ്ട് പുള്ളി അന്ന് ആത്മഹത്യ ചെയ്തത്. അത് വലിയൊരു സത്യമായിരുന്നു. ആ പുസ്തകം വിറ്റുപോയി. മറ്റുകളെ അനിയൻ അതിലും വലിയ ദുരന്തമായിരുന്നു. ജീവിക്കാനുള്ള ജീവിത വിജയത്തിന്റെ 101 വഴികളെന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി. അതും വിറ്റുപോയില്ല. അതിന്റെ ഒരു സങ്കടത്തിലാണ് അവനും ആത്മഹത്യയിലേക്ക് പോയത്. വഴിമുട്ടിപ്പോയി. ഇതിപ്പോ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുന്നു, ഓരോ സ്ഥലങ്ങൾ. ഇപ്പൊ ഈ ആഴ്ച 150 പുസ്തകം വാങ്ങി, 3,500 പുസ്തകവും അകത്തിരിപ്പുണ്ട്. 10,000-4,000 പുസ്തകം അടുക്കളയിൽ അട്ടിയിട്ട് വെക്കുന്നുണ്ട്. ബെഡ്റൂമിനടിയിൽ കുറെ 10,000-3,000 പുസ്തകം ഇരിപ്പുണ്ട്. ഒരുപാട് പൈസ വരില്ലേ? അല്ല, അതങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ വായിക്കാതിരിക്കാൻ പറ്റുമോ? വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അത് ജീവിതത്തിന്റെ വഴികളല്ലേ. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ധർമ്മമല്ലേ. ഈ പുസ്തകങ്ങളൊക്കെ ഭാഷ പൈസ കൊടുത്ത് മേടിച്ചാ എവിടെന്ന് ഇതുപോലെ ഓരോരുത്തരുടെ ഇങ്ങനെ വായിക്കാൻ മേടിക്കണതല്ലേ, പിന്നെ തിരിച്ചു കൊടുക്കൂല. അങ്ങനെ കിട്ടിയതാണ് ഇവിടെ ഇരിക്കുന്ന പുസ്തകം മുഴുവനും. നിന്ന് വിസ്തരിക്കാതെ 2 ചായ എടുത്തും കാടി. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അവള് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവള് എഴുത്തുകാരിയാണല്ലോ. മുല്ലപ്പൊമ്പടി ഏറ്റു കിടക്കും കല്ലിന് വിട്ടൊരു സബുരഭി എന്ന് പറയണത്. എഴുതുമോ ചേച്ചി? എഴുതും. ചില സമയത്ത് കണ്ണെഴുതും, ചില സമയത്ത് നന്നായിട്ട് എഴുതും. കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കഥയെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു പുതിയ കഥയാണ്. അച്ഛന്റെ അമ്മയുടെയും ഒറ്റ മകൻ, അച്ഛന്റെ അമ്മയുടെയും തണലിൽ ജീവിക്കുന്നു. താങ്ങായി തണലായി. അവരുടെ പെൻഷൻ കൊണ്ടാണ് ഇവൻ കഴിയുന്നത്. അങ്ങനെ വീട്ടിൽ ഒരാളില്ലാണ്ട് വരുമ്പോൾ 10-32 വർഷം കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയും പറയുന്നു മകനോട് കല്യാണം കഴിക്കാൻ.
അങ്ങനെ ഇവൻ സമ്മതം മൂളുന്നു, അങ്ങനെ ഇവൻ കല്യാണം കഴിക്കുന്നു. ബാക്കി ഏ അല്ല ബാക്കി കഥ കല്യാണം കഴിച്ച് മകന്റെ കല്യാണം കഴിഞ്ഞല്ലോ, അല്ല ബാക്കി കഥ കഴിഞ്ഞല്ലോ, അവന്റെ കഥ കഴിഞ്ഞല്ലോ. ഓ കല്യാണം കഴിച്ചതോടു കൂടി അവന്റെ കഥ കഴിഞ്ഞു. അതാണ് നോളജ് ആണത്. അത് അങ്ങനത്തെ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുക. മാഷ് ഒരുപാട് നോവലിസ്റ്റുകളുടെ കഥകളൊക്കെ വായിച്ചിട്ടുള്ളതല്ല. ചായ 2 കൊണ്ടുവന്നുള്ളൂ. ഓ അല്ലെ ഞങ്ങൾക്ക് മാഷ് വേണ്ടേ? നിങ്ങൾക്കല്ല, ഞാൻ വൈകിട്ട് 2 ചായ കുടിക്കും. അതെ, ഞാൻ 2 ചായ ഡെയിലി കുടിക്കും സന്ധ്യക്ക്. നിങ്ങൾ കുടിക്കില്ലേ? ഞങ്ങളും വൈകിട്ട് കുടിക്കണം അല്ലേ? കുടിക്കണം. കുടിക്കാം. ഞാൻ 2 ചായ കുടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ 2 ചായ പറഞ്ഞു. അല്ലാതെ നമുക്ക് അപ്പൊ മാഷ് ഒരുപാട് നോവലിസ്റ്റുകളുടെ കഥയൊക്കെ വായിക്കുന്നതല്ല. ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ള നോവലിസ്റ്റുകൾ ആരൊക്കെയാണ്? ഹൃദയത്തിൽ ഇപ്പൊ ഒരുപാട് പേര് സ്പർശിച്ചിട്ടുണ്ട്. തകഴിയുടെ കയറ് ഞാൻ വായിച്ചപ്പോ ഇരുന്ന് കരഞ്ഞ ഒരു നോവലാണ്. ഞാൻ ഭയങ്കരമായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. എംടിയുടെ 2-ാം ഊഴം, അതേപോലെ തന്നെ നമ്മുടെ മാധവിക്കുട്ടിയുടെ നോവലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ എംടിയുടെ മഞ്ഞ്, ഷെർലക് ഹോംസിന്റെ കഥകള്, ഷേക്സ്പിയറിന്റെ കഥകള്, ഹെൻറി ഹോംസിന്റെ കഥകള്. അത് വായിച്ചിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് 3 ദിവസം കിടന്നു. എന്നെ സ്പർശിച്ചിട്ടുള്ള കഥകളാണ്. അങ്ങനെ ഓരോ കഥകളും, അവരുടെ കഥകൾ ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ പൊട്ടിക്കരഞ്ഞ കഥകളുണ്ട്. ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റാത്ത കഥകളുണ്ട്. അല്ലാണ്ട് വെറുതെ വായിച്ചിട്ട് പേടിച്ചിട്ടല്ല. അതിനകത്ത് നമ്മൾ ഹൃദയകാരിയായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹൃദയ സ്പർശനങ്ങളുണ്ട്. അതാണ് അല്ല മാഷെ, ഞാനേ വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാല്, ഇതൊരു എഴുത്തു കുടുംബമാണല്ലോ. അപ്പം മാഷിനെ പോലെ തന്നെ ചേച്ചി എഴുതാറുണ്ട്. ഇപ്പം മാഷിനെ ഒരുപാട് പേര് സ്പർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചിനെ ആരെങ്കിലും ഇങ്ങനെ സ്പർശിച്ചിട്ടുണ്ടോ? എന്നെ ഒരുപാട് പേര് സ്പർശിച്ചിട്ടുണ്ട്. 1-2 പേരുടെ കാര്യം പുള്ളിക്കും അറിയാം. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2-3 പിള്ളേരും ഒക്കെ ആയി. ഇനി ഇപ്പൊ പഴയ കാര്യമൊക്കെ കുത്തിപ്പൊക്കി എന്തിനാ വെറുതെ കുടുംബജീവിതം കുളം തോണ്ടണത്?